ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, ഇ ശ്രീധരൻ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, അതിവേഗ റെയിൽവേ. അതിനുശേഷം RRTS പ്രഖ്യാപിക്കുന്നു സംസ്ഥാന സർക്കാർ. ഏതെങ്കിലും ഒന്ന് നടപ്പാക്കിയാൽ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്, അനിവാര്യമാണ് താനും. കേരളത്തിന് അത്തരം ഒരു അതിവേഗ പദ്ധതികൾ ഏതെങ്കിലും വേണം. പക്ഷേ ഈ രണ്ടും പദ്ധതികൾ തമ്മിലുള്ള തർക്കമല്ലാതെ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടക്കാൻ സാധ്യതയുണ്ട്? ഇത് രണ്ടിനും കൂട്ടായി നടപ്പാക്കേണ്ട പദ്ധതികൾക്ക് ഈ ബദൽ പ്രഖ്യാപിച്ചതുകൊണ്ട് എന്താണ് നേട്ടം? നോക്കൂ, നമ്മൾ യാഥാർത്ഥ്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പാണല്ലോ നമ്മൾ കേരളം മുഴുവനും മഞ്ഞ സർവേക്കല്ല് ഇട്ടുകൊണ്ട് നമ്മൾ റെയിലിന് വേണ്ടിയിട്ടുള്ള ആദ്യ പടി മുന്നോട്ട് പോയി. കേരള സർക്കാർ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നടക്കും. നമ്മുടെ ഇതുവരെയുള്ള അനുഭവം മനസ്സിലാക്കൂ. നേരത്തെ തന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞു, നമ്മുടെ ദേശീയപാത വികസനം UDF സർക്കാർ ഉപേക്ഷിച്ച ഒരു കാര്യമാണത്. അത് നമ്മൾ ഈ ഗവൺമെന്റ് ആർജവത്തോടെ നടപ്പാക്കി 25% വിഹിതവും നമ്മൾ കേന്ദ്ര സർക്കാരിന് കൊടുത്തുകൊണ്ടാണ് ഈ പാത ഇവിടെ പ്രാവർത്തികമാക്കിയത്. റെയിലില് ഇന്ന് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങൾ അന്ന് മുഴുവൻ റോഡിലിറങ്ങിയില്ലേ? അന്ധമായുള്ള ഇടത് വിരോധം ഇല്ലായിരുന്നെങ്കിൽ റെയിൽ ഇന്ന് പണി ഈ ഹൈവേ പോലെ ഏതാണ്ട് പൂർത്തിയാവുന്ന ഒരു ഘട്ടം എത്തിയാനേ. ഒന്നുമില്ലെങ്കിലും പ്രവർത്തനം പകുതിയെങ്കിലും. ശ്രീ രാധാകൃഷ്ണൻ, അങ്ങനെ റെയിൽ പദ്ധതി നാട്ടിൽ നടപ്പാക്കേണ്ട ഒരു വികസന പദ്ധതി, നാട്ടിൽ പൊതുവായി ചർച്ച നടത്തി അങ്ങനെ ഒരു തീരുമാനത്തിലൂടെ നടപ്പാക്കേണ്ട പദ്ധതി എടുത്തിയാടി നടപ്പാക്കി. സ്വാഭാവികമായിട്ടും പദ്ധതി നന്നായാലും ചീത്തയാലും ഒക്കെ ആളുകളെ വിശ്വാസത്തെടുത്ത് നടപ്പാക്കേണ്ട, അല്ലാതെ നടപ്പാക്കാൻ പോയാലും എതിർപ്പ് വരും. അവസാനം സർക്കാർ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ? അല്ലാതെ എതിർപ്പ് വന്നതുകൊണ്ട് മാത്രമല്ല, ആ പദ്ധതി മുന്നോട്ട് പോകില്ല എന്ന് കൂടി ഈ സർക്കാരിനെ ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ അത് ഉപേക്ഷിക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു പദ്ധതി ഉപേക്ഷിച്ചെടുത്ത് എങ്ങനെയാണ് ഈ ശ്രീധരന്റെ മനോമുഖരത്തിൽ ഇത് തെളിഞ്ഞു വരുന്നത്? അത് തന്നെയാണ് നമ്മളും ചോദിക്കുന്നത്. അല്ലാതെ അതിനെ എതിർത്തതുകൊണ്ട് ഈ പദ്ധതിയെല്ലാം ഇനി ഇല്ലാതായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പദ്ധതി നടക്കൂ? അതെ, നമ്മൾ മനസ്സിലാക്കൂ. ഈ അടുത്ത കാലത്ത് വന്ന ഏത് കാര്യം എടുത്തു നോക്കിയാലും ഈ സർക്കാർ, കേരള സർക്കാർ കേന്ദ്രത്തോട് ഈ രാഷ്ട്രീയമായിട്ടുള്ള വൈര്യനിരാധന ബുദ്ധിയോടെ പ്രവർത്തിച്ചിട്ടുള്ള വികസനത്തിന് വേണ്ടി കേരളത്തോട് അതിന് പ്രതിപക്ഷം വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. മോഡിയും പിണറായിയും കൂടെ അടുപ്പമെന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തിനോട് എത്രത്തോളം വിട്ടുവീഴ്ചയിൽ പോകാം, നാടിന്റെ വികസനത്തിന് വേണ്ടി എത്രത്തോളം വിട്ടുവീഴ്ചയിൽ പോകാം. മറ്റേ ഗ്യാസിന്റെ ഇതുണ്ടല്ലോ, ഗെയിൽ പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള കാര്യം എല്ലാത്തിലും കേന്ദ്രത്തോട് വിട്ടുവീഴ്ച ചെയ്ത് താഴ്ന്നു കൊടുത്തത് ഈ സർക്കാരല്ലേ. അതിനുവേണ്ടി UDFകാരുടെ അപവാദ പ്രചരണം പോലും ഈ സർക്കാർ കേട്ടു. എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ വികസനം വേണമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ വിചാരം. ഞാൻ മറ്റൊന്നുള്ള ചോദിച്ചിട്ട്, ഈ 10-90 വയസ്സായിട്ട് ഞാനും പ്രായമായി വരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. ഞാൻ ഈ LDF ഗവൺമെന്റിനോട് ഉൾപ്പെടെ പറയാനുള്ള എനിക്കറിയാം, ഈ ശ്രീധരൻ എന്തിനാണ് ഇത്രയും ഡിപ്പെൻഡ് ചെയ്യുന്നത്? വേറെ ഇവിടെ ഇത്രയും ടെക്നോളജിക്കലായിട്ട് ഈ കേരള സംസ്ഥാനത്ത് ഐഡിയോളജിക്കലായിട്ടുള്ള ആരുമില്ലേ? ഈ ശ്രീധരൻ വിചാരിക്കുന്ന ഈ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും തമ്മിൽ അയാളല്ലെങ്കിലും ഇപ്പൊ രാഷ്ട്രീയത്തിലായി കഴിഞ്ഞു. അയാൾ ഒന്നിനും ആശ്രയിക്കരുത്. ഇനി അയാൾ അന്ധമായി രാഷ്ട്രീയമാണ്. കാരണം തലച്ചോറ് നമ്മൾ എന്തുകൊണ്ട് 56 വയസ്സ് കഴിയുമ്പോൾ 60 വയസ്സാകുമ്പോൾ പെൻഷൻ പറ്റുന്ന ആൾക്കാർ എന്തിനാണ് ഈ 90 വയസ്സ് അയാൾ എന്തോ പറയുന്നതെന്ന് പോലും അറിയാൻ വയ്യ. പണ്ട് അയാൾ പുലിയായിരുന്നു. എനിക്ക് 20 വയസ്സുള്ളപ്പോൾ ഞാൻ കൊങ്കൺ റെയിൽവേ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് ഇതിന്റെ ഹെഡായിരുന്നു ഈ ശ്രീധരൻ. അന്ന് ചെറുപ്പമായിരുന്നു അദ്ദേഹം ഇത്രയും ഏജ്ഡായി. ഈ സർക്കാരുകളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുവാനും കൂട്ടിയടിപ്പിക്കാനുമാണ് ഈ ശ്രീധരൻ ശ്രമിച്ചുകൊണ്ട്. ഈ തലമുറയിൽ ഇത്രത്തോളം ഐഡിയോളജിക്കലായിട്ടുള്ള ഒരാളില്ലേ ഇവിടെ? എന്തിനാണ് ഈ ശ്രീധരൻ? സർക്കാർ കൂടി ആലോചിക്കണ്ടേ? അങ്ങനെ സർക്കാർ ഈ ശ്രീധരനെ ആദ്യം ഏൽപ്പിച്ചത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറയുകയും ഈ KV തോമസിനെ കൊണ്ട് ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തതല്ലേ? ഈ ശ്രീധരൻ വേണോ വേണ്ട തീരുമാനിക്കേണ്ട സർക്കാരല്ലേ? അതെ, ഈ ഇടതുപക്ഷ സർക്കാർ ഉൾപ്പെടെ ഞാനും ഇടതുപക്ഷക്കാരനാണ്. ഈ ശ്രീധരന് ഇനി അയാളെ BJPയുടെ സ്ഥാനാർത്ഥിയും ഇനി ഗവർണറാവായിരിക്കുന്ന വൈസ് പ്രസിഡന്റ് ഇന്ത്യ പ്രസിഡന്റാവായിരിക്കുന്ന ആളാണ്. അയാളെ ഒന്നും ഇനി ഇടതുപക്ഷ സർക്കാർ വിശ്വസിക്കരുത്. ഇനി ഈ ഇടതുപക്ഷത്തിനെ കൂടെ അയാളെ വികസനത്തിന്റെ പേര് തകർത്തില്ലേ? എനിക്ക് അതാണ് ഇത് കേൾക്കുന്ന ഇടതുപക്ഷ സംസ്ഥാന നേതാക്കളോട് പറയാനുള്ളത്. പുതിയ തലമുറ ഇവിടെ ജയിപ്പിക്കും പണി. പുതിയ തലമുറ കേരളത്തിലാണ്. പുതിയ തലമുറയിൽ നല്ല ഐഡിയോളജികളുള്ള ആൾക്കാരില്ലേ? എന്തിനാ ഈ ശ്രീധരൻ എന്തോ വന്ന് അയാൾ തലച്ചോറും ചുരുക്കി 10-90 വയസ്സായി അയാൾ പറയുന്ന പോലെ എന്തോ പറയുന്നത് പോലെ അവർക്ക് അറിയാൻ വയ്യ. അങ്ങനെ ഉള്ള ഏതെങ്കിലും തരത്തിൽ കുഴപ്പമുള്ള ആളല്ല ഈ ശ്രീധരൻ. നിങ്ങൾക്ക് ആശയപരമായി അദ്ദേഹത്തോട് വിയോജിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയിലോ അദ്ദേഹത്തിന് പ്രായമായി എന്ന് കരുതി അദ്ദേഹത്തിന്റെ മികവിലോ ഒന്നും നമുക്ക് സംശയം പുലർത്തേണ്ട ഏതെങ്കിലും കാര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം അങ്ങനെ കഴിവ് അത്രത്തോളം കേരളത്തിൽ തന്നെ ഈ മേഖലയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരാൾ തന്നെയാണ് ഈ ശ്രീധരൻ. അത് അദ്ദേഹം വേണോ, പുതിയ തലമുറയിലെ ആളുകൾ വേണോ എന്നൊക്കെ സർക്കാർ തീരുമാനിക്കേണ്ട, അത് അംഗീകരിക്കാം. പക്ഷേ അദ്ദേഹം പ്രായമായതുകൊണ്ട് മോശക്കാരനാണ് എന്ന് പറയുന്നത് ശരിയല്ല. രാഷ്ട്രീയ പ്രവർത്തനമുള്ള ആളെ വെക്കണോ വേണ്ടോ തീരുമാനിക്കേണ്ട സർക്കാരല്ലേ? അല്ലാതെ അദ്ദേഹം 90 വയസ്സായിട്ട് അദ്ദേഹം മോശക്കാരനായി എന്ന് പറയുന്നത് ശരിയാണോ? 90 വയസ്സിന് ശേഷമുള്ള നേതാക്കളൊക്കെ കേരളത്തെ നയിക്കുകയും വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലേ? പിന്നെന്താണ്?
പക്ഷെ അദ്ദേഹമാണ് ഇവിടെ തെറ്റ്. ഈ കേന്ദ്ര സർക്കാർ നല്ല സഹകരണത്തിൽ കേന്ദ്രത്തെ ആശ്രയിച്ച് പോകുന്ന, അത് രാഷ്ട്രീയമായിട്ടുള്ള ആശ്രയമല്ല, വി ഡി സതീശൻ പറയുന്നതിനൊക്കെയുള്ള സഹകരണമല്ല കേന്ദ്ര സർക്കാരുമായിട്ട് ഈ സർക്കാർ സഹകരിക്കുന്നത്. വികസനത്തിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുകയാണ് കേന്ദ്ര സർക്കാരിനോടൊപ്പം. രാഷ്ട്രീയ വൈരനിരാധന ബുദ്ധി കൂടാതെ സഹകരിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാരിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് UDF പറയുന്നത് എന്തുവാ, ഇവിടെ മോഡിയായിട്ട് രഹസ്യ ബന്ധമുണ്ട്. അതൊക്കെ പല കാര്യങ്ങളിലും UDF അങ്ങനെ ആക്ഷേപം കാണും. ആ ആക്ഷേപത്തിന് ഇടതുപക്ഷത്തിന് മറുപടി പറയണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപം, അതല്ല നമ്മുടെ വിഷയം. ഇതിൽ തെറ്റിക്കുന്നതും ഇതിന്റെ DPR-ലൂടെ ഉൾപ്പെടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഈ ശ്രീധരന കേരളിനെ അദ്ദേഹം ഈ പറഞ്ഞെങ്കിലും അതിനെക്കുറിച്ച് അതിൽ തന്നെ വളരെ സംശയപരമായിട്ടുള്ള അഭിപ്രായങ്ങളായ അദ്ദേഹം പല കാര്യങ്ങളിലും പറഞ്ഞു. ഇപ്പൊ ഇതിനെ അനുകൂലിക്കുന്നു. അപ്പൊ കേന്ദ്രത്തിന്റെ റെയിൽവേക്ക് വരുമ്പോൾ ആർക്കും മയൽക്കുറ്റി പിടിച്ച് പുഴുവണ്ട, തടയണ്ട. ഇപ്പൊ സംസ്ഥാനം ഒരു റെയിൽ കൊണ്ടുവന്നാൽ അത് തടയും, കേരളയിൽ പിണറായി കൊണ്ടുവന്നാൽ അത് തടയും. കേന്ദ്രം താല്പര്യത്തോടെ വന്നാൽ ശ്രീധരൻ കൊണ്ടുവന്നാൽ ജനങ്ങൾക്ക് കുഴപ്പമില്ല. അങ്ങനെയാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ശരി, ശ്രീ പ്രസന്നാണ്, മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? വമ്പൻ ഓഫറുകളാണ് കേരളത്തിൽ തെക്ക് വടക്ക് 3 മണിക്കൂർ കൊണ്ട് 4 മണിക്കൂർ കൊണ്ട് പറന്നെത്താൻ കഴിയുന്ന തരത്തിലുള്ള റെയിൽവേ പദ്ധതികളുടെ ഓഫറുകളാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വെച്ചിരിക്കുന്നത്. ഈ ഓഫറൊക്കെ നടക്കാൻ വല്ല സാധ്യതയുണ്ടോ? സംഗതി കേൾക്കാനൊക്കെ നല്ല രസമുള്ള സംഗതികൾ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, നടന്നു കിട്ടിയാൽ നല്ലതാണ്. ഈ പറയണത്ര നടന്നു കിട്ടിയാൽ എന്തുകൊണ്ട് നല്ലതാണ്, 100% നല്ലതാണ്. ഈ നടത്തി കിട്ടാനുള്ള ബുദ്ധിമുട്ടും നമ്മുടെ സാമ്പത്തിക ഭദ്രതയൊക്കെ അനുവദിക്കേണ്ടോ എന്നുള്ളത് ആണ് വേറെ പ്രശ്നം. പിന്നെ ഈ 10-30 വർഷം മുന്നുള്ള ലോകമല്ല ഇന്നത്തെ ഒരു ലോകം, അതും കൂടി നമ്മൾ കണക്കാക്കണം. കാരണം വെച്ചാൽ മറ്റ് വികസിത രാജ്യങ്ങളൊക്കെ ഈ മുമ്പ് 30-40 വർഷം മുന്നേ ഇന്നത്തെ നിലയിലായിരുന്നില്ല. അവർ വികസിച്ചാണ് ഇപ്പൊ ഈ രീതിയിലായത്. നമ്മൾക്കും വികസിക്കണം, സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ പതുക്കെ ആലോചനകളൊക്കെ വരുന്നത് നല്ല കാര്യമാണ്. ഇന്നിങ്ങനെ പതുക്കെ ആലോചനകൾ തുടങ്ങി 10, 15, 20 വർഷം കഴിയുമ്പോഴേക്കും ഒക്കെ വല്ലതും നടപ്പാവണമെങ്കിൽ ഇപ്പോഴേ ആലോചന തുടങ്ങണമല്ലോ. അതുകൊണ്ടായിരിക്കും. അല്ലാതെ ഇപ്പൊ ഒറ്റയടിക്ക് നടക്കുമെന്ന് ഇപ്പൊ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ചിന്തിക്കാൻ പറ്റണില്ല. പിന്നെ നമ്മൾ എന്തിനും ഈ ശ്രീധരനെ കുറിച്ച്, റെയിൽവേനെ കുറിച്ച് പറയുമ്പോൾ ഈ ശ്രീധരനെ കുറിച്ച്, അങ്ങയുടെ മേന്മേനെ കുറിച്ച് അങ്ങേര് BJP-കാരനെന്ന് പറഞ്ഞ് അങ്ങേരെ വിമർശിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ റെയിൽവേനെ കുറിച്ച് പറയുമ്പോൾ റെയിൽവേയുടെ കാര്യം പറയാം. നമ്മളുടെ സാമ്പത്തിക ഭദ്രത അനുവദിക്കുന്നുണ്ടോ, സ്ഥല സൗകര്യം പരിമിതികളുണ്ട്. അപ്പൊ അതൊക്കെ അനുസരിച്ച് വന്നാൽ വളരെ നല്ലതാണ്, നല്ല കാര്യമാണ്. ഇപ്പോഴേ ആലോചന തുടങ്ങി അടുത്ത ഈ 5, 10, 15 വർഷം കഴിയുമ്പോഴേക്കെങ്കിലും ഇത് ഫലപ്രാപ്തിയിലെത്തട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീനിവാസൻ, തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽപാത അത് എന്തുകൊണ്ടും ഈ നാടിൻ്റെ ഭാവിക്ക് അനിവാര്യമാണ്. പക്ഷേ ഇങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ ഓരോരോ പ്രഖ്യാപനങ്ങൾ നടത്തി ഒരുത്തരൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു, മറിച്ച് മറ്റൊരു പദ്ധതി പ്രഖ്യാപിക്കുന്നു. പിന്നെ ഈ പദ്ധതിയിൽ ഏതാണ് മെച്ചമെന്നതിനെ തുള്ളിയൊക്കെ തർക്കമൊക്കെ നടക്കുന്നു. ഇത് നടപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ, അതോ തെരഞ്ഞെടുപ്പ് കണ്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമാണോ? ഇതൊക്കെ പറഞ്ഞ പിണറായി വിജയന്റെ വെള്ളത്തിൽ വരവച്ച പോലെയുള്ള പ്രഖ്യാപനങ്ങളാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇയാൾക്ക് കേര പദ്ധതി കൊണ്ടുവന്ന് ഈ നാടാകെ കുട്ടിച്ചോറാക്കി മഞ്ഞക്കല്ല് അടുക്കളയിലും മറ്റിടത്തും എത്ര ജനങ്ങളുടെ ജീവൻ പോയിട്ടുണ്ടെന്ന് പറയാം ഇയാൾ കാരണം. എന്നിട്ടിപ്പോ ഇനിയിപ്പോ രണ്ടാമത് അതെനിക്ക് മനസ്സിലായില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.